Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல நான் டிஸ்கிரிப்ஷன் லிங்க் கொடுக்குறேன், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ എന്നിട്ട് നീ എന്താ പറയാത്ത നീ എന്താ ചോദിക്കാൻ കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ. ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കാം. അയ്യോ, എവിടേക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ഞാനിപ്പോ അതിനെന്ത് ചെയ്യണം? ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ മോന് പുണ്യം കിട്ടും. വാ. இந்த நீ பிசினஸ் இவரை பார்க்க சொல்ல போறாங்கன்னு நினைக்கிறேன். இருக்கலாம். ஏன்னா பொண்ணை பார்க்க சொன்னாங்க, அவங்க ഓടിட்டாங்க. കണ്ണേ പൊന്നേന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിട്ടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മ സാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. ആ, അത് കേട്ടാ മതി എനിക്ക്. 100 100 ആദ്യം പറഞ്ഞോളൂ. 200 എത്ര വേണമെങ്കിലും തരാം. പിന്നെ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി വേണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെ ബോധം തെളിഞ്ഞത്. ചന്ദ്ര ലേഖ, ചന്ദ്രലേഖ, പക്ഷെ സംസാരിക്കാൻ ലേഖ, പേര് ചന്ദ്രലേഖാവോ? ഒരു സ്ട്രേഞ്ച് കേസായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം. ചിലപ്പോ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. അയ്യോ, എല്ലാം നോർമൽ. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. ഇവ ആക്ടർപ്പാ. ഏയ്, ഞാൻ DSP സത്യപാൽ, പുതിയോർമ്മന്റെ അമ്മാവനാണ്. ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു. അല്ലല്ല, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാ. ഞങ്ങളിങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതുപോലൊരു കേസ് അല്ല, ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? 5 വർഷം തടവും 10,000 രൂപ പിഴ. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൽഫ്രണ്ടിന് വേണേ അങ്ങോട്ട് വരാം. ആ, ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അപ്പുകൂടെ നമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണി കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓൻ ഇവിടെ നിൽക്കാതെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓൾ ഒപ്പം എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാ, അയാള് വെറും ഡ്രൈവർ അല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മടുപ്പ് അയാൾക്കാ. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്. പടച്ചോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കര മാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് ബെസന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. പടച്ചോൻ പാതി, പടച്ചോന്റെ പാതി. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ നമ്മളെ മാമ. അതൊക്കെ കുഞ്ഞ് ചെകുത്താൻ. വലിയ മലയിടത്ര ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലും ഇട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ, ആകെ മുങ്ങി നിൽക്കുക നമ്മള്.
നൂറെ എനിക്ക് ആ പെങ്കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ അതാണ് നിനക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ? നമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ നമ്മളെ കാണിക്കാനുള്ളതല്ലേ? 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല. ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല. ഞാനും നീയായിട്ട് നീ ഒരു ബന്ധവുമില്ല. எமோஷனல் அட்டாக் பண்ணிட்டு போயிட்டாரு. പക്ഷേ നിനക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം. ഐ ആം അപ്പുക്കുട്ടൻ. എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ. വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എന്റെ തലയിൽ വെച്ച് തന്നതാ. ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി. അതോടെ അവരെല്ലാം കൂടെ പിടിച്ച് എന്നെ നിന്റെ ഭർത്താവാക്കി. ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗതിയാ ഇപ്പൊ എന്റത്. അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയാ ഇപ്പൊ ഞാൻ വന്നത്. അപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാരും നല്ല ഉറക്കം. നാളെ ഞാൻ വരും, ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും. കേട്ടില്ല? ഇപ്പൊ ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്. അവിടെ നിന്നേ, ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനും കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനൊന്നുമല്ല. പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ? മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് KC അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനാര് തനിക്ക് വിശ്വാസം ബർത്ത് സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാലും കാര്യം ചെയ്യും. இவரு சொன்னாலும் அவங்க ஒத்துக்க மாட்டாங்க போலயே. താനാ അവളെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? നിൽക്കണോ? ஆஹா இவரு சென்டிமெண்ட் அட்டாக் பண்ண போறாரு. സത്യം പറയാൻ പോവാ. അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാവരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാടങ്ങ് ക്ലോസ് ചെയ്യും. அவர் ஏற்கனவே உடம்பு சரி. ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റും. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രൻ? എന്റെ പൊന്നാൽഫി മോനെ. ഓ അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാർ ബോധം കെട്ട് വീണത്. ആ ഷോക്കിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ? നീ സത്യം പറഞ്ഞോ? ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ, എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടി പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കുക. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്ന് പോരെ. 3 ദിവസം നീ ഇവിടെ വരിക പോവാ. இது 3 நாள்ல முடியற மாதிரி தெரியல எனக்கு. எனக்கு அப்படிதான் தெரியல. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ എനിക്കത് അറിയാമായിരുന്നു. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് இவர் நம்ம 2 படம் தான் பாத்துக்கிட்டு இருக்கனால இவங்க 2 பேருக்குள்ள வைப் நமக்கு ஈஸியா புரியுதுல. அந்த பேட்ச் எப்படி வந்துட்டாங்க பாருங்க. இங்க போய் ஒரு பேங்க். ஆமா மேனேஜர் பார்த்து ஷாக்கா போறாரு. உனக்கான லோன் தர மாட்டேன் சொன்னானு. யார் எது பிடிக்க? ஸ்பேஸ் கொடுக்குறாங்களா லவர்ஸுக்கு? இப்ப கூப்பிட்டு கொடுக்க போறாரு நினைக்கிறேன் லோனை. ஆமா. ഇരവിക്കുട്ടി പിള്ള പറഞ്ഞു, ഇപ്പൊ സത്യം ഒന്നും പറയണ്ട. ഇപ്പൊ പറഞ്ഞ തന്റെ അച്ഛന്റെ കാറ്റ് പോകുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ആ മുറിക്കകത്തുള്ള ആരാ? അതല്ലേ ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവ്. ഈ കക്ഷി അത്ര കപ്പാസിറ്റി ഉള്ള പാർട്ടി ഒന്നും അല്ലല്ലേ? നമ്മളെയൊന്നും സ്റ്റാറ്റസിന് പറ്റിയതല്ല. വർമ്മ സാറിനോ ഞങ്ങൾക്കൊക്കെ എതിർപ്പായിരുന്നു. കാശ് കൊടുത്തോ? ഓ കൊടുത്തു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മരുമോനായി സ്വീകരിച്ചല്ലേ പറ്റൂ. പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരാളോടും പറയരുത്. സത്യം പറയണ നേരം മുമ്പ് ഞാൻ പറയാം. நல்ல கோவம் 2 பேரும். ஆமா. ആൽഫി വന്നോന്ന് അനിയൻ അന്വേഷിക്കായിരുന്നു. നല്ല ചായ ഉണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. നമ്മുടെ സ്റ്റേറ്റിലെ ചായ. இவங்க 4 பேருமே நம்ம அந்த படத்துல பார்த்தோம். ഇത് എന്റെ മൂത്ത പെങ്ങളാ. ഇത് പെങ്ങളുടെ മോള് ഇന്ദു. ഇത് ശോഭ. ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ, അമ്മുക്കുട്ടി. അവക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. ഇവരെ പരിചയപ്പെട്ടിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ. അധികം സംസാരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ മാമ? എനിക്ക് ആൽഫിയെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ തോന്നുക. ഇത് അറിയാ. അങ്ങനെ അറിഞ്ഞാ പോരാ. ഞാൻ പഞ്ഞിക്കുരി ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് ഇയാൾ എന്റെ കൂടെ ഉണ്ട്. ഇരവി വിഷം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാലും അനിയും കുഞ്ഞും കുടിച്ചോളും, അത്ര വിശ്വാസം. ഞാനൊരു ക്രിമിനൽ വക്കീലായതുകൊണ്ടല്ല ചോദിക്കുന്നത്. വിഷമം തോന്നരുത്. ബന്ധുക്കളാരും ഇല്ലേ?
അച്ഛൻ അമ്മ സഹോദരങ്ങൾ അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അങ്ങ് ഡെറാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? ആ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ട് നിന്ന് ചന്ദ്രയുടെ കോണ്ടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? അപ്പൊ പരിചയപ്പെട്ടതാ. കോണ്ടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ? ഞാൻ മിണ്ടി കണ്ടു എന്നങ്ങാൻ പറഞ്ഞ എന്റെ മേൽ ചാടി കയറാനോ? ഓഹോ, അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയെ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാ ഞാൻ ഒരു സത്യം പറയാം. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. സത്യം ഞാൻ സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. அவருக்கு பயமாயிடுது நோண்டிட்டே இருக்காங்கல்ல அப்புறம். ഞാൻ സത്യം ഞാനൊരു പിടിച്ചു. ബിയർ ആ, ബീർ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബീർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ട് ബീർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ പഠിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? പോവാ ഇങ്ങോട്ട്. ആ പീസിൽ കുറച്ച് പണിയുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. കുടിക്കുവല്ലേ ഇവര് പിന്നീട് പറയുന്നത് DSP ജഡ്ജ്മെന്റ് പകരുത്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ஏடா இங்க நடக்கிறது அப்படி இருக்கு. നീ എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിനൊന്നും വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ. ഡോ, ഇങ്ങോട്ട് വന്നേ, ഒരു 500 രൂപ കൊടുത്തേ. അല്ല ഇതിപ്പോ ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിൽ അങ്ങ് എഴുതിയാൽ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയൊരാളാണെന്ന്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ഷൻ ചെയ്ത് തരാം. சூப்பர். ഞാൻ ഈ വർക്കീസാണ് പറയുന്നത്. നാളെ രാവിലെ ബാങ്കിലോട്ട് വാ, ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒരു ഒറ്റ ഒപ്പിട്ട് തന്നാ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. അല്ലെങ്കിൽ വേണ്ട, ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. அடிச்சதா லக்கு. ഞാൻ അങ്ങോട്ട് വരാം. ചാളിയായിട്ട് എന്നോട് ഒരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിൽ. ஓ சந்திரா டெக்ஸ்டைல்ஸ்ங்கறதால அந்த பேர் எல்லாருக்கும் தெரியுது. ബാങ്കിന്റെ ഭാവി അല്ലേ സാർ ഞങ്ങളുടെ ഭാവി. അതൊന്നും പേടിക്കണ്ട. അപ്പൊ ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ? അയ്യോ ധൈര്യമായിട്ട് വരണം സാറേ, ഞാൻ മനസ്സമാധാനമായിട്ട് പൊയ്ക്കോട്ടെ. അയ്യോ இவரை பிடிச்சிட்டாங்க. എതുക്ക് தெரியல. എന്ത് പറ്റിയടാ? എന്ത് പറ്റി? നമ്മൾ ഈ പെട്ടിയിലെ സാമാനങ്ങൾ വിൽക്കാൻ നോക്കി. ഈ ചന്ദ്ര കോനെ? What's the matter? കോനെ ചന്ദ്ര? Chandra, she's my wife. ये बैग तुम्हारा है? It's my bag. It's my bag. देखिए, इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इसको जो टैग लगा है वो हॉस्पिटल का. It's my bag, and he's my servant, and he's bringing this bag to. But he looks like a thief. Not only his face, but his father's face is also looks like a thief. Thank you very much, sir. Oh, I see. Thank you very much. Thank you for the bag. चलो चलते हैं. നമ്മളാണ് ഒറ്റ മുക്കാല് കയ്യില്ലാത്തതുകൊണ്ട് കിട്ടുന്ന നാട്ടെ ഞാൻ പടച്ചോനെ. ഏത് ആഹാ. ഞാൻ കുറച്ച് മുമ്പ് പടച്ചോനെ കണ്ടു ബാങ്ക് മാനേജർ രൂപത്തില്. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട എത്ര ലക്ഷം രൂപ ആണെങ്കിലും കിട്ടും. 4 ലക്ഷം ഒന്നും അല്ല. നേരാടാ നീ താങ്ക് യു. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന്. അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നിടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ. അമ്പാറുടെ ജൂഷം ഇപ്പെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലടാ മോനെ. തങ്കച്ചി ഹസ്ബൻഡ് ഊതിക്കണോ? ஓ பெருப்பாருன்றியாங்க. இங்க யாரும் கிடையாது சார். அவங்க வீட்டை காலி பண்ணிட்டு போயிட்டாங்க. என்ன தமிழ்ல பேசுறாரு? தெரியாதுங்க. அவங்க கொஞ்ச நாள் தான் அந்த வீட்டுல இருப்பாங்க, அதுக்கப்புறம் கோட்டஸ் போயிடுவாங்கன்னு சொன்னாங்கல்ல. அப்படியா? ആ ഈ കാശ് കൈ കിട്ടാൻ എത്ര നാളാവും? ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഓക്കെ വരണം. എന്നാലും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ എളുപ്പം വരുമല്ലോ അല്ലേ? സാറിന്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പോ പോയ ഒരാഴ്ച. മതി മതി. പിന്നെ ഞാൻ ആശുപത്രി വരാം. എന്തിന്? അമ്മാവനോട് റെക്കമെൻഡേഷൻ. ചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ചന്ദ്ര ടീയുടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ്. ഇങ്ങോട്ട് മാറ്റി കിട്ടിയാൽ അമ്മാവന് ആ, സുഖം. ഇപ്പൊ വേണ്ട, ഞാൻ സൗകര്യമായിട്ട് ഒരു ദിവസം ആശുപത്രി വരാം. ആ. നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് പറയാം. ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയാൽ എന്റെ പ്രൊമോഷന്റെ കാര്യം ഷുവറാ. പിന്നെ സാറിന് ഞാൻ ലോണെന്നും പറഞ്ഞ് 50-60 ലക്ഷം എഴുതി തരും. സമയാവട്ടല്ലേ? ഇതിന്റെ കാര്യം ഒരാഴ്ച. ഓക്കെ. அப்போ ஒரு வாரத்துக்கு மெயின்டைன் பண்ணுமா அவங்க? இவரே சொல்லியிருக்காருல்ல. இவர் 3 days தான் சொன்னார் இப்போதைக்கு. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ 3 days அவர்கிட்ட சொன்னது, இன்னசென்ட் கிட்ட சொன்னது. 100 கிட்ட வந்துச்சு இது லோன் வாங்குற வரைக்கும் நான் ஆக்ட் பண்ண போறேன் சொல்லிட்டாரு. സത്യം പറയാൻ മടിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫി അല്ല അപ്പുകുട്ടനാണ് ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് തന്നെ. നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്?
താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? എന്നാ ഇതിപ്പോ നിന്റെ ഓരോ കളികളെ ബാ നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്നത്? ആഹാ இன்னசென்ட் டென்ஷன் ஆகுறாங்க. അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല കൂൽഫിയല്ല ഒരു തേങ്ങയല്ല എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കാ? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. താൻ പറയോ? പറയാ മാത്രല്ല ഇവരിതാ വെച്ചിരിക്കാரு. നിന്നെ കൊണ്ട് കമ്പി ഇടിക്കണം. എങ്കിൽ നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോണ ചെക്ക, നീ എന്താ എന്നെ പെരട്ടാ? ഏയ് അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ് ആ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ? ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത്? എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. ഇതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണം. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഇതൊക്കെ പറഞ്ഞു. താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതിനൊക്കെ സാക്ഷ്യങ്ങളുണ്ട്, തെളിവുണ്ട്. ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും, ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടാകുന്ന ഇരുമ്പനി എണ്ണി കളിക്കാം. പോയി പറയടോ. നമ്മുടെ കോൺഗ്രസ്സാക്കാരെ പോയിട്ട് ബീറേസില്ലേ? പോയി പറയടോ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയടോ, പോയി പറയടോ. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മ സാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോൺഗ്രസ് ஃபுல்லாக் பண்ணிட்டாரு. முழிக்கிறாரு அவரு. இன்னசென்ட் ஆளுக்கு விட்டுருவாங்க உங்களுக்கு விட்டா. என்னது இன்விடேஷன் வச்சுட்டு போயிருக்காங்க. നോട്ടീസ് ഊരിൽ നിന്നിരിക്കുന്നു അവർക്ക്. പ്രിയപ്പെട്ട ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു. കോടതി ഇന്നലെ വേനൽ അവധിക്ക് അടച്ചു. തുറന്നിട്ടേ വിധി വരൂ. അച്ഛന് ഊണും ഉറക്കമില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം. എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ചന്ദ്ര പൂർണ്ണ ആരോഗ്യതയാ. പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനിൽ. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഖയുടെ ഫോൺ ഉണ്ടായിരുന്നു. அவங்க ഫുൾ നെയിം അതാണ് പോലും. ആൽഫി അന്വേഷിച്ചു. കുട്ടിയുടെ മോള് നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിരുന്നില്ല. லேக்கா யாரோட பொண்ணுப்பா? ഏതാ ഈ പുത്തക്കുരിശ്? ഇതൊക്കെ ആരോട് പുത്തൻ കുരിശ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് അടുത്തുള്ള സ്ഥല. കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ പൂർണ്ണ പോലെ വന്ന് നിൽക്കണ്ടേ? എല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ? അല്ല എടോ, ഞാൻ ചാവുമ്പോ എന്റെ ശവം കൊണ്ടുപോകാൻ ഒരു കോൺഗ്രസ് കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. അത് ഞാൻ ചാകുമ്പോഴല്ലേ. ഇനി ഞാൻ പോയി. இப்ப லேக்கான ஒரு கேரக்டர் வருதுப்பா. நம்ம பேசின மாதிரி എല്ലാവരും ഒന്ന് അറിയുന്നോ? லேக்கா தான் இவங்க கல்யாணம் பண்றதுக்கு ஹெல்ப் பண்ணிருக்காங்க. ഏതാണോ കേട്ടില്ലേ? നമുക്ക് എന്നെ അറിയോ? എനിക്ക് എന്നെ അറിയില്ല. പരിചയം പറഞ്ഞോ? ഞാൻ പൊട്ടം കുണാപ്പ. നിങ്ങൾ തമ്മിലല്ല, ഈ മകളും തമ്മിൽ. അയ്യോ, ഞാൻ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇവരോടെ പൊണ്ണുതാനാ? പോയി പഠിക്കാനുള്ള സ്കോർ. ഇന്നസെന്റോടെ പൊണ്ണാ? എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് இவரோட பொண்ணு அவங்க பொண்ணு தெரியல. ഇന്നസെന്റ് പൊണ്ണു நினைக்கிறேன். അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ ഓരോന്ന് കേറി വന്നോളൂ. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. എടോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അത് ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. അത് ശരി, അപ്പൊ അവള് വരട്ടെ. ഞാൻ ആൽഫി അല്ലെന്നുള്ളൂ. யாரு? രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്നേ ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന്
ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൻ ആളെങ്ങനാണോ? இவரு பொண்ணுதான். அதான் அவங்க படிக்க வச்சேன்னு சொன்னாங்கல்ல. എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ, അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. வந்தாச்சு. ஃபிளாஷ்பேக் டு கரண்ட். இது ஃபிளாஷ்பேக் தானே? இப்ப கரண்ட். ஓ, இது கரண்ட் தானே? പപ്പയുടെ മിഠായി കുട്ടി വന്നാ എങ്ങനെ മനസ്സിലായി? ഓടി കാന്താരി അവിടെ വലിയ ഡോക്ടറായി പോലും വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുവോ? പിന്നെ ഒരാളുള്ളത് കിടന്നു പോയില്ലേ? പാപ്പ ടേക്ക് ഇറ്റ് ഈസി, ഷീ ഈസ് ഗോയിങ് ടു ബി ഫൈൻ. പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം, പ്രോമിസ്. ഓക്കേ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛനെവിടെ പപ്പ? ഇരവി ചന്ദ്രയുടെ അടുത്ത് തന്നെയാ എപ്പോഴും. അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ, ഊണുമില്ല ഉറക്കവുമില്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവൻ. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 minutes, ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്. പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കേ. ദിസ് ഇസ് നത്തിങ്, ഷീ ഈസ് എക്സലന്റ്. ഞാനും ഒരു പൊടി ഡോക്ടർ അല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്ര നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. വിശ്വരൂപം നടിച്ചാங்களா அவங்களா? ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ விஸ்வரூபம்லையா? ഫോണില്. கமலுக்கு பேரா? അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനൊക്കെ കണ്ടു. ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ? ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. இன்ஃபர்மேஷன் கலெக்ட் பண்ணிட்டு வராரு. ஓடுங்க ஓடுங்க ஓடுங்க. இன்னசென்ட் ஆனா செம்ம காம்போ பாருங்க. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ. നീ തന്നാ മതി കോടതി. நின்னு நாக்கிட்டு இருப்பா டென்ஷன்ல. ആ എത്തില്ലോ. கண்டுபிடிச்சிட்டாங்க. ஏய், அவங்க தான்பா விஸ்வரூபம்ல நடிச்சாங்கப்பா அவங்க. ഇതാണ് ഞങ്ങളുടെ മോള്. ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെ അല്ലേ? ഓ, ഇവங்க നേരിൽ பார்த்ததில்ல போல. അല്പം മാറിയിട്ടുണ്ടെന്ന്. ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരി. അതെ, മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ഉള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും അല്ലേ? ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര? പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവള് ഈ വരട്ട് അവളെ പറ്റിക്കാം. നമ്മളെ കാണുമ്പോ അവള് അന്തം വിട്ടു പറഞ്ഞു. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മരമണ്ടി കുറെ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? பின்னாடி இன்னசென்ட். யாரையுமே பேச விடாம அப்படியே நகர்ந்து போயிட்டு இருக்காங்க இவங்க ரெண்டு பேரும். பேங்கவர் செம்ம ஆக்டிங் பவர். ஆமா. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. അതിനടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാടോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്? അവരെന്നപ്പോ പാവമാ இருக்காரு. ലേഖയുടെ ഒരു സ്വപ്നമല്ലേ ഇരവി മാമൻ സമ്മതിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ പിന്നെ പപ്പിയോട് മിണ്ടൂല. നീ പിണങ്ങണ്ട, ഇരവിയോട് ഞാൻ സംസാരിക്കാം. ഈ നടപ്പ് ഏതായാലും കൊള്ളാം. കുറെ നാളായല്ലോ വർമ്മ സാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്. തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലേഖയുടെ കാര്യമാ. അവള് പുറത്തു പോയി പഠിക്കണ കാര്യമാണെങ്കിൽ പറയണ്ട. അതെന്താ? എന്റെ ഡോക്ടർ സാറേ, ഈ സായിപ്പ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാ. ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പൊ പിടിച്ചു ഉമ്മ വെക്കും. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്പ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പേടി ഇത് ഇന്ത്യയിലും അങ്ങനെ വരൂ. വന്നാ ഞാൻ സമ്മതിക്കൂല. എടോ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല. തന്റെ മാത്രല്ല എന്റെ മോളോ അവള്.
നമ്മളായിട്ട് എതിർക്കാൻ പാടില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചാ പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ. ആ മതിയല്ലോ. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് വേണം. ആൽഫി ഇനിയിപ്പോ അന്യനല്ലല്ലോ, അതുകൊണ്ട് അയാളെ മാനേജിംഗ് ഡയറക്ടർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. കൈ വെച്ചിട്ടാണല്ലേ. വേറെ ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? അവർക്ക് ഡൗട്ട് ഇருக்கு. ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്? എവിടെ നിന്ന് വന്ന് കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ. നല്ല മാറ്റിട്ടാரு. അമ്മിക്കെല്ലാം ചേർന്ന് കുടുംബം തല്ലിച്ചതക്കായിരുന്ന മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ ഇതെങ്ങാനും ചത്തുപോയാ ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് നിന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം, കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്ക് 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസ്റ്റർ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസ്റ്റർ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. മരപ്പെട്ടി നോക്കി നിക്കണേ. 1000 രൂപ എടുത്ത് ഇയാൾ നന്നാക്കി തരും. അല്ല, ഇപ്പൊ ഇത് കണക്കിലെഴുതി. നിന്റെ അമ്മൂമ്മയുടെ 16 അടി എന്തിനാ നടത്തുന്ന കണക്കിലങ്ങടെ എഴുതിയാ മതി. ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ് എന്ന് പറഞ്ഞ കാറല്ല. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 റുപ്പീസ് തുടങ്ങിയത്. അപ്പൊ 1500 കണക്കെല്ലാം കണക്ക് പോലെ. ഹലോ, മാനേജല്ലേ? ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല. എല്ലാം പറഞ്ഞു കൊടുക്കണം. ട്രീറ്റ് ഹിം വെൽ. ആളറിയോ? ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. அப்படியா? ஆமா, ஸ்டார்டிங்ல பார்த்தேன். அவரு മുതലാളി പറഞ്ഞത്. மாட்டிக்க மாட்டாரா? அப்ப இவருதான் ஆல்ஃபி ஃபெர்னாண்டஸ். மாத்தி விட்டுற வேண்டியதான். நானும் தான் அதான் பண்ணுவேன். അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവരുടെ മാത്രങ്ങളാ നീ சொல்ற மாதிரி. അവന്മാര് കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാര് കണ്ടില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. இவங்களுக்கு ஆல்ஃபி ஃபெர்னாண்டஸ் இவரு, அவங்களுக்கு ஆல்ஃபி ஃபெர்னாண்டஸ் அவரு. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കണം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാര് MD. கையை மட்டும் மாத்தி கட்டி டக்கின் பண்ணுங்க. நீங்களும் MD தான். പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു. ഇത് കൊല വഴിപ്പിക്കും ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്. வாழைக்குழங்கு சாக்கு வச்சு கட்டிருக்கேன்னு கேக்குறாரு. ஒரு சிங்கிள் மீன்ல சொன்னா ஓகேதான். ഇതാണോ ആള്? ചോദിച്ചു നോക്ക്. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണ്. ഇതാ സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്ത് നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. ஐயோ, ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം. അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താങ്കൾ വന്ന്. വെളിയിൽ പോയേ. 3 പേര് വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് പോയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം, ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ ஐயோ, ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? അതെ, ഈ കോണ്ടസ്കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ട് പോവാ. ஒவ்வொருத்துக்கும் மாத்தி மாத்தி சொல்லிட்டே இருக்காரு. അതിനെതിരെ ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവർ എങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റി, അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റി. அதானே? ஐயோ, எல்லாம் BP கேஸா இருக்கே.
കണ്ണിൽ തണ്ണി വരുത് உங்களுக்கு ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. அவங்க பாத்துட்டு இருக்காங்க தானே இவரை. அவங்க அடிச்சிருப்பாங்க ஒன்ன போய் கொச்சம் பாடுறா கோன்னு. എന്താണ് നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? അവരൊക്കെ ചിരിപ്പ് താങ്ക. കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നെല്ലാം വീണ വൃത്തിയായിട്ട കറുത്ത പാലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിൽ അയ്യോ அவங்க സിസ്റ്ററെ சொல்லிட்டு இருக்கு. ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. ഫ്രണ്ട്സ് ആയിട്ടാங்க திரும்ப. ഇപ്പൊ മനസ്സിലായ പിള്ള മനസ്സിൽ കള്ളമില്ല. രണ്ടുപേർക്കും ഡീലിംഗ് ഓക്കെ അടിച്ചല്ലേ? അതേടോ നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ, എന്തേ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഇത് എന്താ സംസാരിക്കുന്ന അറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളിയിരിക്കുക. എന്താ ചെയ്യാ, വലിയ മുതലാളിയുടെ മരുമനായി പോയില്ലേ. ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടോനെ കിട്ടിയത് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെന്ത്. അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാണോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയ? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി. ഒന്നും വേണ്ട, താങ്ക്സ്. കടയിൽ വേല ചെയ്യുന്നത് വരുന്നവർക്ക് ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 രൂപന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുവാ. കാലിൽ ആരാ இருக்காங்க? ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ ஒரு கால் அடன் நம்ம எடுத்து கீழ வச்சிருக்காரு. ഇങ്ങളെ കമ്പനീന്റെ തുണി யாருக்கு இருக்கப்ப? யார கேட்டிட்டு இருக்காங்க? എത്രയോ വർഷമായിട്ട് വേണോട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സാർ കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. എൽസി ഇതുവരെ വന്നിട്ടില്ല. ഓളെവിടെ പോയി? സാർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ലേ നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. ஆஹா. അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്ക് ഒന്ന് പോകണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ஐயோ. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பாட்டில் சந்திப்போம். பை பாய். பை.